ഇതിനെ കാണുമ്പോൾ ജീവനില്ലാത്തതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. ഇതെല്ലാം ജീവനുള്ളതാണ്. മലേഷ്യയിലെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്ത് എല്ലായിടത്തും പെറ്റിംഗ് സൂ എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ കാണും. വളക്കട മാലക്കട എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് സംഭവം. ടിക്കറ്റ് കൊടുത്ത് അകത്ത് കയറി ഇതിനെയൊക്കെ ഒന്ന് കാണാം. കയറി വരുമ്പോൾ തന്നെ കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നു. കൊനൂർ, മക്കാവു, പിന്നെ കൊക്കാട്ടു, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇതേപോലെ ബേർഡ്സിനെ എടുത്ത് കൈ വെക്കാനും അതിനെ ഫീഡ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. കൊത്തും കടിയൊക്കെ കിട്ടുവാണെങ്കിൽ അവനവൻ തന്നെ അനുഭവിച്ചോണം. ഇവിടുത്തെ മെയിൻ കൊത്തൽവീരനാണ് ഇതായിരിക്കുന്നത്. അടുത്തോട്ട് ചെല്ലുന്നവരെല്ലാവരും കുത്തുന്നുണ്ട്. മലേഷ്യയിൽ വളർത്തുമൃഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്തിൽ പാമ്പ് ഉൾപ്പെടും കേട്ടോ. എനിക്ക് ഏറ്റവും അറപ്പുള്ള ജീവികളിൽ ഒന്നാണ് കേട്ടോ പാമ്പെന്ന് പറയുന്നത്. പക്ഷെ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് പാമ്പിനെ. അവൻ കുഞ്ഞിലെ പോലും മലേഷ്യയിലായതുകൊണ്ട് മലേഷ്യയിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും വലിയ പാമ്പിനെയൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്കതിനെ തൊടാനും നമ്മുടെ മേത്ത് വെച്ച് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും. അവൻ കൊച്ചിലെ മുതലേ അത് കാണുന്നത് കൊണ്ടായിരിക്കും അവന് പാമ്പിനെ തീരെ പേടിയില്ല. ഞാൻ തൊടണ്ടെന്ന് പറഞ്ഞാലും അവൻ ഓടിപ്പോയി തൊടുകയും അതിനെ മേത്ത് വയ്ക്കാനൊക്കെ പറയുകയൊക്കെ ചെയ്യും. അവന് പൊക്കാൻ പോലും പറ്റാത്ത ഒരു പാമ്പിനെ അയാളുടെ നിന്ന് പിടിച്ച് വാങ്ങിക്കുകയാണ്. കുറച്ചു നേരം എടുത്തപ്പോൾ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ആളൊന്ന് പെട്ട് കേട്ടോ. ലോകം കീഴടക്കിയ സന്തോഷമാണ് മുഖത്ത് കാണുന്നത്.